മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ എന്ന വ്യക്തിയെ രാഷ്ട്രീയത്തിൽ നിന്ന് റദ്ദാക്കാൻ വേണ്ടി മൗദൂദികളും ഇടതുവിരുദ്ധരും പിണറായി വിരുദ്ധരെല്ലാം കൂടി ചേർന്ന് സംഘടിതമായി നടത്തിയ നീക്കങ്ങളെ എല്ലാം എടുത്ത് തോട്ടിലെറിഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ തന്നെ പ്രതിപക്ഷത്തെ നയിക്കാൻ നിയോഗിച്ച CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിനെ അഭിനന്ദിക്കുകയാണ്. കാര്യം ഇപ്പോഴെങ്കിലും ഇമാതിരി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചരണങ്ങളുടെ ഉദ്ദേശം മനസ്സിലാക്കാൻ ചിലർക്കെങ്കിലും കഴിഞ്ഞല്ലോ. പിണറായി വിജയൻ തന്നെയാണ് നയിച്ചത്, അദ്ദേഹം തന്നെയാണ് ലീഡർ എന്നുള്ള നിലയ്ക്ക് തെരഞ്ഞെടുപ്പിനെ നേരിട്ട് കഴിഞ്ഞതിന് ശേഷം കനത്ത പരാജയമേറ്റെങ്കിലും പിണറായി തന്നെയാണ് പ്രതിപക്ഷത്തെ നയിക്കേണ്ടത് എന്ന് തീരുമാനമെടുക്കുമ്പോൾ ഇവർ ഉദ്ദേശിച്ചിരുന്ന ഒരു കാര്യമാണ് നടക്കാതെ പോയത്. കാര്യം പിണറായി കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ കേരളത്തിൽ കൊണ്ടുവന്ന മാറ്റം അത് ജനഹൃദയങ്ങളിലുണ്ട്. അതിനെ മതപരമായിട്ടുള്ള കൺസോൾട്ടേഷൻ കൊണ്ട് അട്ടിമറിച്ചതിന് ശേഷം പിണറായി വിജയൻ ഈ രാഷ്ട്രീയത്തിൽ ഒന്നുമല്ലായിരുന്നു എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ദുരുദ്ദേശം ഈ പിണറായി വിരുദ്ധരും ഒപ്പം തന്നെ ഈ നാട്ടിലെ മൗദൂദി വർഗീയവാദികൾ സംഘികളെല്ലാം സംയുക്തമായി ചെയ്തൊരു പ്രവർത്തനമാണ്. അവിടെയാണ് ഇന്നത്തെ ഈ തീരുമാനം ഗംഭീരമാണെന്ന് പറയേണ്ടി വരുന്നത്. അതിനോടൊപ്പം തന്നെ ഒരു കാര്യം കൂടിയുണ്ട്. ഇപ്പോൾ പിണറായി വിജയൻ നയിച്ച CPM തോറ്റപ്പോൾ അദ്ദേഹത്തെ പ്രതിപക്ഷ നേതാവാക്കാതെ മാറ്റി നിർത്താതെ അദ്ദേഹത്തെ തന്നെ നയിക്കാൻ ഏൽപ്പിച്ചപ്പോൾ 2016 അന്നത്തെ പുണ്യാളച്ചൻ മുഖ്യമന്ത്രി 2011 മുതൽ 16 വരെ നയിച്ച അതേ വ്യക്തി അദ്ദേഹം തെരഞ്ഞെടുപ്പ് തോറ്റ ഉടനെ ഇവർ എന്താണ് ചെയ്തത്? ആ മുഖ്യമന്ത്രിയെ ചവിട്ടി മൂലയിൽ വെച്ചു. അദ്ദേഹം മരണാനന്തരമാണല്ലോ മഹാനായി കഴിഞ്ഞത്. മരിച്ച ആൾക്കൂട്ടം കണ്ട് അദ്ദേഹത്തെ പുണ്യാളച്ചനായി ഇവർ അവരോധിക്കുമ്പോൾ ഇന്നലകളിൽ ഇവർ ചെയ്ത പ്രവർത്തനം എന്തായിരുന്നു? മുഖ്യമന്ത്രിയായിട്ട് ഒരു തെരഞ്ഞെടുപ്പിനെ നയിച്ചപ്പോൾ പരാജയം വന്നപ്പോൾ അദ്ദേഹത്തെ കൈവിടുകയും അദ്ദേഹത്തെ രാഷ്ട്രീയത്തിൽ വട്ടപൂജ്യമാക്കി കളയാൻ അന്ന് കോൺഗ്രസ്സുകാർ തയ്യാറായെടുത്താണ് ഇന്നിപ്പോ പിണറായി വിജയൻ എന്ന വ്യക്തി അദ്ദേഹം എന്താണ് ഇടതുപക്ഷ രാഷ്ട്രീയത്തെ സംബന്ധിക്കുന്നിടത്തോളം മൂല്യമുള്ള വ്യക്തി, അദ്ദേഹം ചെയ്ത പ്രവർത്തനങ്ങൾ അതൊന്നും ഒരു തെരഞ്ഞെടുപ്പ് തോൽവി കൊണ്ട് നഷ്ടപ്പെട്ടു പോകുന്നതല്ല, റദ്ദാക്കപ്പെടുന്നതല്ല എന്ന തീരുമാനത്തിലേക്ക് എത്തുമ്പോൾ ഇന്നത്തെ ഈ പ്രതികരണം അത് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് എടുത്ത അതിമനോഹര തീരുമാനമെന്ന് തന്നെ പറയേണ്ടി വരികയാണ്. കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവായി സഖാവ് പിണറായി വിജയനെ ഏകണ്ഠമായിട്ട് സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചിരിക്കുകയാണ്. അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി സഖാവ് MA ബേബി, സഖാവ് പിണറായി വിജയൻ, സഖാവ് A വിജയരാഘവൻ ഉൾപ്പെടെയുള്ള PV മെമ്പർമാരും അതുപോലെ മറ്റ് കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളും എല്ലാം പങ്കെടുത്ത സംസ്ഥാന കമ്മിറ്റി യോഗം ഏകണ്ഠമായിട്ടാണ് സഖാവ് പിണറായി വിജയനെ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ ഇപ്പോൾ